യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഈ വൈകി എന്താ എന്റെ ഇങ്ങനെ ആയത്? അവൾക്ക് എങ്ങനെ പറ്റുന്നു ഇതിനൊക്കെ? അത് വിട്ടേക്ക് ശ്രീ. ചിലപ്പോഴൊക്കെ കാര്യങ്ങൾ അങ്ങനെയാ. നമ്മൾ അർഹിക്കുന്ന പ്രതിഫലം ദൈവം നമുക്ക് തന്നൂന്ന് വരില്ല. ബട്ട് ഇത് സഹിക്കാവുന്നതിനപ്പുറം. ആ കുഞ്ഞിനൊന്ന് കാണാനുള്ള അവകാശം പോലും ആന്റിക്കില്ലേ? വൈക എന്റെ മകളാ. പക്ഷേ ഞാൻ അവളെ നൊന്തു പ്രസവിച്ചതല്ല. ഒരമ്മയുടെ പേറ്റുനോവ് അറിഞ്ഞിട്ടില്ല. അനാഥാലയത്തിൽ നിന്ന് നടക്കാൻ പാകമായൊരു കുഞ്ഞിനെ സ്വന്തമാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഒരു കുഞ്ഞു പിറക്കുന്നതിന്റെ സർവ്വ സന്തോഷവും ദുഃഖവും വേദനയും ഒക്കെ ഞാൻ അറിഞ്ഞത് എന്റെ വൈകിയിലൂടെയാ. ഒരു കുഞ്ഞു പിറക്കുന്നു എന്നറിയുമ്പോ ആ കുഞ്ഞിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് ജന്മം നൽകുന്ന അമ്മ മാത്രമല്ല, അതിന് കാവലിരിക്കുന്നവരെ കൂടിയാ. അതിലൊരാളായിരുന്നു ഞാൻ. പക്ഷേ വൈകി എനിക്കതിന് അനുവാദം തന്നില്ല. സങ്കടമുണ്ട്. സഹിച്ചല്ലേ പറ്റൂ. എല്ലാത്തിനും കാരണക്കാരൻ ആ വൃത്തികെട്ടവനാ. ഒരു പെണ്ണിനെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് മനസ്സ് മാറ്റി കളയാൻ പറ്റുമോ? ഒരു പെണ്ണിനെ മാത്രം ഇങ്ങനെ മാറ്റാൻ കഴിയൂ ശ്രീ. അതും അവൾ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രം കഴിയുന്ന കാര്യം. കാർത്തിക് വൈകിയുടെ കഴുത്തിൽ താലി കെട്ടിയവനാ. ആ താലിച്ചരടിനൊരു ബലമുണ്ട്. പെണ്ണിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക ശക്തിയുണ്ടതിന്. അന്ധമായി വിശ്വസിച്ചു കളയും ഏത് പെണ്ണും അത് കെട്ടിയവനെ. ആ വിശ്വാസം അധികം നാളെ വെച്ച് ഓർപ്പിക്കാനാവില്ല ആന്റി. തകർത്ത് കളഞ്ഞേ പറ്റൂ. ഞാനും സുന്ദരി ആന്റിയും കാർത്തികിന്റെ കള്ളത്തരങ്ങൾ വൈകി അറിയിക്കാതിരുന്നത് അവളുടെ ഡെലിവറി ഒരു പ്രോബ്ലം ഇല്ലാതെ നടന്നിട്ടാൻ വേണ്ടിയാ. അത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്തിനവനെ സഹിക്കണം? കുഞ്ഞിനെ പോലും കാണിക്കാതെ ആശുപത്രി മുറിന്ന് ആട്ടിയിറക്കി വിട്ടപ്പോ ആന്റിക്ക് വിളിച്ചു പറയായിരുന്നില്ലേ, നിന്റെ മുന്നിൽ സ്നേഹം അഭിനയിച്ച് നിൽക്കുന്ന ഇവൻ ഒരു ചതിയനാണെന്ന്? ആസ് എ ഡോക്ടർ ഞാൻ പറയുക, വൈകി ഇപ്പൊ പെർഫെക്റ്റ് ആണ്, ഹെൽത്തിയാണ്. അവൾക്ക് എന്ത് പ്രോബ്ലം വന്നാലും എനിക്കറിയാം ഹാൻഡിൽ ചെയ്യാൻ. ഇനി ഒന്നും നോക്കാനില്ല ആന്റി. ഉള്ള സത്യങ്ങൾ സത്യമായി തന്നെ വൈകിയോട് തുറന്നു പറയണം. എനിക്ക് മനസ്സിലാത്ത അതാണ്. ആന്റി സുന്ദരി ഇപ്പോഴും കാർത്തികിനെ എന്തിനാ ഇനിയും രക്ഷിച്ചു പിടിക്കുന്നത്? പറ. അത് വേണ്ട ശ്രീ. വൈകി ഇപ്പൊ ഒന്നും അറിയിക്കണ്ട. ഇപ്പൊ അറിയിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോ? അവളുടെ ജീവിതം തൊലഞ്ഞതിന് ശേഷം പറയുന്നോണ്ട് ആന്റിക്കൊന്നും തോന്നരുത്. ഇപ്പൊ ആന്റി ചെയ്യുന്നത് വൈകിയോടുള്ള ചതിയാണ്. നേരത്തെ ചെയ്തു അത് തന്നെയാണെന്നേ ഞാൻ പറയും. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായ ജന്മമാണ് കാർത്തികിന്റേത്. അവന്റെ ഒരു സന്തതി വൈകിയിൽ പിറക്കാൻ പോലും പാടില്ലായിരുന്നു. കുറ്റബോധവും പാപഭാരവും ഒന്നും ഇല്ലാതെ ഒരു ജീവൻ മുളപൊട്ടി നിറഞ്ഞ നിമിഷം നശിപ്പിച്ച് കളാനായിരുന്നു അതിന്. നോക്കേ ആന്റി, ആന്റിയുടെ തീരുമാനം മാറ്റിയേ പറ്റൂ. അറിഞ്ഞു വെച്ചുകൊണ്ട് ചതിക്കപ്പെടാനായി വൈകിയെ കാർത്തികിന് മുന്നിൽ ഇനി ഇട്ടു കൊടുക്കരുത്. എല്ലാം തുറന്നു പറയണം അവളോട്. അത് വേണ്ട ശ്രീ. നേരത്തെ പറഞ്ഞു, ഇപ്പൊ വേണ്ട എന്ന്. വീണ്ടും ആന്റിയുടെ തീരുമാനം ഒന്നുകൂടി മാറി. ഒരിക്കലും വേണ്ട എന്ന തലത്തിലെത്തി. ആന്റിക്ക് അങ്ങനെ തീരുമാനിക്കാം. പക്ഷെ ഞാനിതങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ തിരിച്ചു പോകുന്നത് വൈകിയുടെ അടുത്തേക്കാണ്. സുന്ദരിയുടെ ഭർത്താവാണ് കാർത്തിക് എന്ന് കാർത്തികിനെ സാക്ഷി നിർത്തി ഞാൻ വൈകിയോട് പറയും. ശ്രീ നിക്ക. ആന്റിനെ തടയാൻ നോക്കണ്ട. ഇക്കാര്യത്തില് എനിക്ക് ആന്റിയെ ധിക്കരിക്കേണ്ടി വരും. ആന്റിക്ക് വൈകിയെ കിട്ടുന്നത് അവളുടെ 5ാമത്തെ വയസ്സിലാണ്. അതിനു മുന്നേ അനാഥാലയത്തില് ഞങ്ങൾ ഒരുമിച്ച് വളർന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സ്നേഹവും ഇഷ്ടവും ആത്മാർത്ഥതയൊക്കെ ഉള്ളിത്തറയ്ക്കുന്നൊരു കാലം. ബന്ധങ്ങൾ അറിയാത്തൊരു കാലം. അന്നുള്ളിൽ ചേർത്ത് പിടിച്ചതാ വൈകി എന്നൊരു പേര്.
അവൾ ആ വൈക ചതിക്കപ്പെടുന്നത് കണ്ടു നിൽക്കാൻ ആന്റിക്ക് കഴിയുമായിരിക്കും. പക്ഷേ എനിക്ക് പറ്റില്ല. ഐ ആം റിയലി സോറി ആന്റി. വൈകിയെ ഒന്നും അറിയിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. വൈക കാര്യങ്ങൾ അറിയണം. പക്ഷേ അത് നീയോ ഞാനോ പറഞ്ഞിട്ടാവരുത്. കാർത്തിക്കിനെ സാക്ഷി നിർത്തി എന്റെ മോളോട് ഞാൻ തന്ന ഔദാര്യമാണ് നിന്റെ ജീവിതമെന്ന് മുഖത്ത് നോക്കി വിളിച്ചു പറയേണ്ടത് സുന്ദരിയാ. അതെന്തിനാണെന്നറിയോ? എന്റെ കഴുത്തിൽ താലി കെട്ടി ചതിച്ച വഞ്ചകനാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ആ ചതി ഏറ്റുവാങ്ങിയ പെണ്ണ് പറയുന്നതിനോളം വരില്ല ശ്രീ ഒന്നും. ചുറ്റും നടക്കുന്നത് എന്തെന്ന് ചിന്തിക്കാതെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നവരെ പോലും തള്ളി പറഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്നവരൊക്കെയും ശത്രുവാക്കിക്കൊണ്ട് ഒരുത്തനെ മാത്രം വിശ്വസിച്ച് ജീവിച്ച നിന്റെ ജീവിതം ഒരു വലിയ അബദ്ധമായിരുന്നു എന്ന് വൈകിയോട് പറയേണ്ടത് സുന്ദരി തന്നെയാ ശ്രീ. കാർത്തിക്കാണ് വൈകിയുടെ ഭർത്താവെന്നറിഞ്ഞ നാൾ മുതൽ ഈ നിമിഷം വരെ വൈകിക്ക് വേണ്ടി എന്റെ സുന്ദരി അനുഭവിച്ച ഒരു 100 വേദനകളുണ്ട്, ധർമ്മസങ്കടമുണ്ട്. സ്വന്തം ജീവിതം തകർന്നിട്ടും വൈകിക്കും അവളുടെ കുഞ്ഞിനും വേണ്ടി അവള് സഹിച്ച യാതനകളുണ്ട്. അപ്പൊ പിന്നെ വൈകിയോട് ആ സത്യം വിളിച്ചു പറയാനുള്ള അവകാശം സുന്ദരിക്ക് തന്നെ വിട്ടുകൊടുക്കണ്ടേ? ഇക്കാര്യത്തിൽ നമ്മൾ അവിവേകം കാണിക്കരുത്. സുന്ദരിക്കെല്ലാം വൈകിയെ അറിയിക്കണമെന്ന് തോന്നുന്ന ഒരു നിമിഷം വരും. അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. വൈകി അതറിയും സുന്ദരിയുടെ നാവിലൂടെ. ദാജമ്മ, വൈദേഹിയമ്മയുടെ കാര്യം ഓർക്കുമ്പോ വലിയ സങ്കടം. നോക്ക് സുന്ദരി, ഞാൻ ഇന്നലെ പറഞ്ഞതാ നിന്നോട്, ഇനി ആ വിഷയത്തിൽ നമുക്കിടയിൽ ഒരു സംസാരം വേണ്ടാന്ന്. അവൻ അവന്റെ വഴി, വൈകിക്ക് അവളുടെ വഴി, നമുക്ക് നമ്മുടെ കാര്യം, അത്രയും ചിന്തിച്ചാ മതി. ഏട്ടൻ പറഞ്ഞതാ ശരി. പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് കരുതി നമ്മൾ അവനെ ഒഴിവാക്കി കഴിഞ്ഞു. നിനക്ക് വൈകിയോട് കടപ്പാടുണ്ടായിരിക്കും, പക്ഷേ അതിനേക്കാളും അവൾ കടപ്പെട്ടിരിക്കുന്നത് നിന്നോടാ. ഇപ്പൊ അവർക്കൊരു കുഞ്ഞായി. ആ ജീവിതത്തില് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇനി അതിനെക്കുറിച്ച് ഇവിടെ ഒരു സംസാരം വേണ്ട. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തന്നെ വെച്ചോ. ആ വൃത്തികെട്ടവനോടും വൈകിയോടും ആ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് നമുക്കെല്ലാവർക്കും ക്ഷമിക്കാൻ പറ്റിയെന്നിരിക്കും. കൃഷ്ണനും സുന്ദരിയും ശ്രീദേവിയും മാലിനിയും ഒക്കെ ക്ഷമിക്കും. പക്ഷേ ഇവളുടെ അമ്മയില്ലേ മല്ലിക, അവൾ ഇത് പൊറുക്കൊന്ന് തോന്നുന്നുണ്ടോ? വൈകിയുടെ പ്രസവം കഴിയുന്നത് വരെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ക്ഷമിച്ചിരുന്നോളാമെന്ന് മാത്രമേ മല്ലിക പറഞ്ഞിട്ടുള്ളൂ. എല്ലാം കഴിഞ്ഞ വിവരം അറിഞ്ഞ നാട്ടിൽ നിന്ന് മല്ലിക ഒരു വരവിങ്ങ് വരും. എല്ലാം തകർത്തിട്ടേ അവള് തിരിച്ചു പോവത്തുള്ളൂ. അറിയാലോ അവളുടെ സ്വഭാവം. വൈഗ മാഡത്തിന്റെ പ്രസവം കഴിഞ്ഞ വിവരം ഞാൻ അമ്മയോട് വിളിച്ചു പറഞ്ഞായിരുന്നു.
അമ്മയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഒരിക്കലും ഒരു പ്രശ്നങ്ങൾക്കും ഇറങ്ങില്ലെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് അമ്മ. കാർത്തിക്കിന്റെയും വൈഗ മാഡത്തിന്റെയും ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അമ്മ ഇനി ഇങ്ങോട്ട് വരില്ല.